സർ, ബംഗ്ലാദേശിൽ അധികാരത്തിൽ വരാൻ പോകുന്ന പുതിയ ഭരണം ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നു, എസ്പെഷ്യലി ഇന്ത്യ. നമുക്കറിയേണ്ടത് പുതിയ ഭരണം ഏത് രീതിയിൽ ബംഗ്ലാദേശ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്നാണ്. നമുക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനും പോലെ തന്നെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ക്രിക്കറ്റ് ലോകത്ത് വലിയൊരു അടിപിടി നടക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനെ പോലെയല്ല, വളരെ പക്വമായ ഒരു തീരുമാനം ബംഗ്ലാദേശ് എടുത്തിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ക്രിക്കറ്റ് ലോകത്ത് ഇന്ത്യയെ പിണക്കേണ്ടതില്ല എന്നാണ് ബംഗ്ലാദേശിന്റെ ഒരു തീരുമാനം എന്നറിയുന്നു. അങ്ങനെയാണെങ്കിൽ പുതിയ ഭരണം കൂടി അധികാരത്തിൽ വരുന്നതോടുകൂടി ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരം വിമർശനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരായ അവരുടെ നിലപാടുകളിൽ മാറ്റം വരാൻ സാധ്യതയുണ്ടോ? ഏത് രീതിയിലായിരിക്കും ബംഗ്ലാദേശിലെ പുതിയ ഭരണം ഇന്ത്യയോട് നിലപാടെടുക്കുക? ബംഗ്ലാദേശിൽ ഇപ്പോൾ വന്ന ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ആണ് ഇപ്പോൾ ഭരണത്തിൽ വന്നിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടായിരുന്ന പട്ടാള ഭരണം മാറി ഈ ഒരു ഭരണം വന്നത് ഒരു ആശ്വാസം തന്നെയാണ്. പിന്നെ ഇതിലൊരു ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, നമ്മൾ ഈ പട്ടാള ഭരണം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് അതിനു മുന്നേ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രി ഇന്ത്യയിൽ അഭയം പ്രാപിച്ചു. ഇന്ത്യ അവർക്ക് സർവ്വവിധ സെക്യൂരിറ്റിയും കൊടുത്ത് അവരിപ്പോൾ ഇന്ത്യയിലുണ്ടെങ്കിലും ഈ 6 മാസമായി അവിടെ പട്ടാള ഭരണം നടക്കുമ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അനുഭവിച്ച ഒരുപാട് വീഡിയോകൾ നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരുന്നതാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പലതരത്തിൽ അത് അപലപനീയമായിട്ടും UN ഒക്കെ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് ഓരോ സംഭവങ്ങളും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരുന്നു. എന്തൊക്കെ ആയാലും ഇപ്പോൾ രൂപീകരിക്കപ്പെട്ട ഈ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി മന്ത്രിസഭയിൽ ഒരു ഹിന്ദു പ്രതിനിധി മന്ത്രിയായിട്ടുണ്ട് എന്ന് എനിക്ക് വളരെയധികം അത്ഭുതം ഉണ്ടായ ഒരു സംഭവം തന്നെയാണ്. കാരണം ഒരു മുസ്ലിം രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിലെ ഈ പുതിയ ഭരണത്തിൽ ഒരു ഹിന്ദു ആയ ഒരാള് ഒരു സീനിയർ മന്ത്രിയായി അവിടെ വന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനം മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിയെ അവര് സത്യപ്രതിജ്ഞാ ചടങ്ങിന് ക്ഷണിക്കുകയുണ്ടായെന്ന് ഞാൻ കേട്ടു. അതും നല്ല കാര്യമാണ്. പക്ഷെ പ്രധാനമന്ത്രിയുടെ തിരക്ക് കാരണം പ്രധാനമന്ത്രിക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. പകരം നമ്മുടെ ലോകസഭ സ്പീക്കറാണ് പങ്കെടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ മന്ത്രിസഭയ്ക്കും അവിടെ സുഖമായി ഭരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം അവിടെ അവർക്ക് ഭരണം ശരിയായി കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായും ഇന്ത്യയുടെ വളരെ സപ്പോർട്ട്, ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് തന്നെ അവർക്ക് വേണ്ടി വരും. കാരണം ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നവരാരാണ്? ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന, അതിൻ്റെ ഷൗക്കൂർ റഹ്മാൻ എന്ന് പറയുന്ന അധ്യക്ഷൻ വളരെ അപകടകാരിയാണ്. അദ്ദേഹമാണ് ഈ ബംഗ്ലാദേശിലെ ഈ സകല മനുഷ്യത്വരഹിതമായ പ്രശ്നങ്ങളും പ്രവർത്തനങ്ങളും അവിടെ നടത്തിക്കൊണ്ട് ഹിന്ദുക്കളെ വളരെ മോശമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത്. ആ ജമാഅത്ത് ഇസ്ലാമി തന്നെയാണ് ഞാൻ പറയണ്ട ഇവിടെ ഇന്ന് PD സതീശന്റെ ഒരു കക്ഷത്തിരിക്കുന്ന പാർട്ടി. അപ്പോ ജമാഅത്ത് ഇസ്ലാമി എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ആ ജമാഅത്ത് ഇസ്ലാമിയാണ് ബംഗ്ലാദേശ് ഇത്രയും, അവിടുത്തെ പഴയ പ്രധാനമന്ത്രി അവിടുന്ന് ഓടുകയാണ്. അവർ ജനാധിപത്യ രീതിയിൽ അവിടെ പ്രധാനമന്ത്രിയായതാണ്. അവരുടെ സ്ഥാനത്ത് നിന്ന് ഓടിച്ചു ആ ജമാഅത്ത് ഇസ്ലാമി. ഈ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ഒന്നും അതിലില്ല. അവര് രായ്ക്കു രാമാന അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. ഇന്ത്യ അഭയം കൊടുത്തു. അപ്പൊ ഈ ജമാഅത്ത് ഇസ്ലാമി എന്താണ് ലോകത്ത് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്ത്യയിൽ തന്നെ നമുക്കറിയാലോ, ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് പ്രസംഗിക്കുകയാണ്, ഇന്ത്യ ഒരു ശരീഅത്ത് നിയമം പരമായിട്ടുള്ള ഒരു രാജ്യമാക്കി മാറ്റണം. ഓപ്പണായിട്ടാ പറയുന്നത്. ഇപ്പോഴും ആ പ്രസംഗം നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും.
അപ്പൊ അത്തരം മനോധാരം, ചിന്താഗതിയുള്ള ആൾക്കാരാണ് ഈ ജമാഅത്ത് ഇസ്ലാമിക്കാര്. അവരാണ് ഇന്ന് പ്രധാന ഇലക്ഷനിൽ ജനങ്ങളുടെ എന്താ പറയില്ലേ, ഇതിന്റെ മുകളിൽ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അധികാരത്തിൽ വന്നു എന്നേ ഉള്ളൂ. പക്ഷെ അവിടുത്തെ പ്രശ്നമുണ്ടാക്കുന്നവര് കുറച്ചാൾ മതി പ്രശ്നം ഉണ്ടാക്കാൻ. നമുക്കറിയാലോ, ഇപ്പോ ഇന്ത്യയില് എവിടെയൊക്കെ പ്രശ്നം ഉണ്ടായാലും ആ പ്രശ്നങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് കേരളത്തിൽ നിന്ന് പോയ ആൾക്കാരാണ്. എവിടെ അറസ്റ്റ് ഉണ്ടായാലും കേരളത്തിൽ നിന്ന് പോയവരാണ്. ഇന്ത്യയിലെ കാശ്മീരിലായാലും ഡൽഹിയിലായാലും UP-യിലായാലും ഗുജറാത്ത് എവിടെ ആയാലും ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിൽ നിന്ന് പോയിട്ടാണ്. അപ്പോ ഈ കേരളത്തിൽ നിന്ന് പോകുന്നവരുടെ ബാക്കിൽ ആരായിരിക്കണം? ഈ ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കണം. ഈ ജമാഅത്ത് ഇസ്ലാമി തന്നെയാണ് ബംഗ്ലാദേശിലെ ഇന്ന് പ്രധാന പ്രതിപക്ഷം. അപ്പോ അവിടെ ഏത് സമയത്തും എന്തും ഇനിയും സംഭവിക്കാം. അതിനൊക്കെ തരണം ചെയ്ത് ഭരണം തുടർന്ന് ഭംഗിയായി കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിരിക്കും ഈ താരിഖ് BNP പാർട്ടിയുടെ പ്രധാനമന്ത്രിയായ താരിഖിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വളരെ ശക്തമായ പിന്തുണ വേണം എന്നതിന് യാതൊരു സംശയവും വേണ്ട. ഇന്ത്യക്കും ഒരു പരിധി വരെ ഇപ്പോ അത്തരത്തിലൊരു ഭരണമാണ് ഉള്ളത് കാരണം ഇന്ത്യക്കും ബംഗ്ലാദേശിന്റെ ഒരു കൺട്രോൾ നമ്മുടെ കയ്യിലുണ്ട് എന്ന് നമുക്ക് സമാധാനിക്കാം. സർ, അപ്പോഴും അവിടെ വലിയൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ തീർത്തും അവരുടേത് മാത്രമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബംഗ്ലാദേശിൽ നിന്നും സ്വന്തം ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുന്നത്. ഇന്ത്യ ലോകത്തിനു മുന്നിൽ പരസ്യമായാണ് ഷെയ്ഖ് ഹസീനയെ സംരക്ഷിച്ചു നിർത്തിയത്. അത് പെട്ടെന്ന് മറക്കാൻ ബംഗ്ലാദേശിനെ കൊണ്ട് സാധിക്കുമോ? ഷെയ്ഖ് ഹസീന ജനാധിപത്യ രീതിയിൽ ബംഗ്ലാദേശിൽ ഭരണത്തിൽ വന്ന ഒരു വനിതയാണ്. അവരേനെയാണ് ഈ ജമാഅത്ത് ഇസ്ലാമിക്കാര് ഈ ശരീഅത്ത് നിയമവും മറ്റും പറഞ്ഞ് അവരേനെ അവിടുന്ന് തുരത്തി ഓടിച്ച് അവർക്ക് ജീവൻ കിട്ടിയത് തന്നെ ഭാഗ്യം. പിന്നെ തൊട്ട് വേലി പക്കത്ത് ഇന്ത്യയുള്ള കാരണം അവർക്ക് ജീവൻ കിട്ടി. പ്രധാനമന്ത്രി അവർക്ക് സുരക്ഷിതമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇപ്പൊ ഇന്ത്യയിൽ അവർ അഭയം പ്രാപിച്ചു. ഇപ്പോ ഈ നടന്ന ഇലക്ഷനിലും ഈ തെരഞ്ഞെടുപ്പിലും അവരവരുടെ പ്രതിഷേധം ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാരണം ശരിയായ രീതിയിലല്ല അവിടെ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് എന്നാണ്. അതായത് ഏതോ ഒരു വിഭാഗത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് ഓർഡർ ഇറക്കിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് ഈ ഷെയ്ഖ് ഹസീനയുടെ വിഭാഗമാണെന്ന് തോന്നുന്നു. അപ്പോ ഈ നടന്ന തെരഞ്ഞെടുപ്പ് തന്നെ ഒരു ശരിയായ ജനാധിപത്യം കംപ്ലീറ്റ് ആണെന്ന് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ പ്രസ്താവന വെച്ചിട്ട്. എന്നിരുന്നാലും ഈ ജമാഅത്ത് ഇസ്ലാമി അവിടുന്ന് മാറ്റി നിർത്തിയിട്ട് ഈ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അവിടെ വന്നതിൽ ഇന്ത്യ താൽക്കാലികമായി സമാധാനിക്കാം. ഇനി വരും ദിനങ്ങളിൽ അവരെ വെച്ചിട്ട് ഇന്ത്യയുടെ സഹായത്തോടെ എന്തൊക്കെ പറഞ്ഞാൽ ഈ ജമാഅത്ത് ഇസ്ലാമിനെ ലോകത്ത് ഒതുക്കി നിർത്തിയില്ലെങ്കിൽ ഇത് വലിയ ഒരു സംഭവമായിട്ട് ഇതിന്റെ ബേസിക്കിൽ നിന്നാണ് ഇവിടെ IS-ഉം അല്ലെങ്കിൽ ഓരോ തീവ്രവാദ സംഘടനകള് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഷെയ്ഖ് ഹസീനമാര് ഇനിയും അവിടെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ എന്തായാലും ജാഗ്രതയിലാണ്. ഇന്ത്യക്ക് ഈ രീതിയിലൊക്കെ ഭരണത്തിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് പ്രത്യേക ക്ഷണമൊക്കെ ബംഗ്ലാദേശിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ഈ രീതിയിൽ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള മഞ്ഞുരുകുകയാണോ എന്നതും വലിയ ചർച്ചകൾക്ക് തന്നെയാണ് വഴിവെക്കുന്നത്. ഈ രീതിയിൽ ബംഗ്ലാദേശിൽ പുതിയൊരു ഭരണം വരുമ്പോൾ, അധികാരത്തിലെത്തുമ്പോൾ ഇന്ത്യയുമായുള്ള ചില വിമർശനങ്ങളിൽ അല്ലെങ്കിൽ ചില നിലപാടുകളിലൊക്കെ അവർ ഒരു അയവ് വരുത്തുമെന്നും പ്രതീക്ഷിക്കാം. ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുമോ എന്നതും ചോദ്യമായി അവശേഷിക്കുന്നുണ്ട്. വ്യക്തമാണ്. താങ്ക് യു, ജയശങ്കർ.